ഇവിടെ പല പണിയും നോക്കിയിട്ടും കേരളത്തിൽ ഒരു രാഷ്ട്രീയവും വിജയിപ്പിച്ചെടുക്കാൻ കഴിയാത്ത ബിജെപിക്കുള്ള ആർഎസ്എസിനുള്ള കൃത്യമായ ബുദ്ധികേന്ദ്രം ഒരു തീരുമാനമെടുത്തു. കേജ്രിവാളിനെയും സോറനെയും അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചതിനേക്കാളും നല്ലത് ഒരു ചെങ്കൊടിക്ക് പിന്നിൽ ഒരു ആർഎസ്എസിന്റെ മുഖ്യമന്ത്രിയെ ഇരുത്താമെന്ന അവരുടെ തീരുമാനമാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതാണ് വസ്തുത. ഞാൻ ദൈവത്തെ സാക്ഷിയാക്കിയാ പറയുന്നത്. അതിന്റെ ഭാഗമാണ് തൃശ്ശൂരിലെ പൂരം കലക്കുന്നത്. ബിജെപി നേതൃത്വം സാധിക്കാത്ത കാര്യം ഒരു ADGP അജിത് കുമാറിനെ ഇരുത്തിക്കൊണ്ട് മുഖ്യമന്ത്രി ഭംഗിയായി നടത്തിക്കൊടുത്തു. ആരോടാ മുഖ്യമന്ത്രി വഞ്ചന കാണിക്കുന്നത്? ആ കമ്മ്യൂണിസം വിചാരിച്ചാൽ തൂക്കിക്കൊല്ലുന്നില്ല. ഈ സ്വർണ്ണക്കേസിൽ 6 മാസം ഫൈൻ അടച്ചാൽ തീർന്നു. എന്റെ മകൾ അങ്ങനെ ഒരു കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ കൊണ്ടുപോകട്ടെ എന്ന് വിചാരിക്കാനുള്ള ത്രാണി ഉണ്ടാകേണ്ട വ്യക്തിയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. അതിന് അദ്ദേഹം തയ്യാറായില്ല. ആ ജനങ്ങളെ വഞ്ചിച്ച മുഖ്യമന്ത്രി എന്തിനു വേണ്ടിയാണ് വഞ്ചിച്ചത്? മറുപടി പറയണം. ദുരന്തമുണ്ടായപ്പോൾ കേരളത്തിലെ പ്രതിപക്ഷം ആവശ്യപ്പെട്ടിട്ടാണ് സെപ്പറേറ്റ് ഫണ്ട് ഉണ്ടാക്കിയത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്കല്ല, വയനാടിന് സെപ്പറേറ്റ് ഫണ്ട് വേണമെന്ന് പറഞ്ഞിട്ട് വയനാടിന് വേണ്ടി മാത്രം ഒരു ഫണ്ട് ഉണ്ടാക്കി. ആ ഫണ്ടിൽ 777 780 കോടി രൂപ ജനങ്ങൾ കൊടുത്തു. ഗവൺമെന്റ് കണക്ക് പുറത്തുവിട്ടു. 400 വീടാണ് സർക്കാർ ഉണ്ടാക്കി കൊടുക്കാൻ പോകുന്നത്. ഒരു വർഷമായി ഇപ്പോഴും ഓല കെട്ടിയും പാഴ കെട്ടിയും വീട്ടിൽ കിടന്നുറങ്ങുക ഈ പാവങ്ങള്. 1.25 കോടി രൂപ ഈ സാധുക്കൾക്ക് ചെക്ക് എഴുതി കൊടുക്കാം. ഒന്നും നോക്കാനില്ലല്ലോ ഗവൺമെന്റിന്. ഈ ജനം അവർക്ക് കൊടുക്കാൻ തന്ന പണം നിങ്ങൾ എവിടെയാ പോയി സന്തോഷമായി നിങ്ങളെ സൗകര്യത്തിന് ജീവിക്കൂ എന്ന് പറഞ്ഞ് ആ പണം കൊടുത്ത് അവരെ പിരിച്ചുവിടണം. നിലമ്പൂരിലെ ജനങ്ങൾ വയനാടും നിലമ്പൂരിലെയും കവളപ്പാറയും കമ്പയർ ചെയ്യുന്നു. കേരളത്തിലെ ജനങ്ങൾ 6 മാസം കൊണ്ട് PV അൻവർ അവിടുത്തെ പ്രശ്നം തീർത്തെങ്കിൽ വയനാട്ടിലെ ജനങ്ങളോട് കൊടും വഞ്ചന നടത്തി. അവിടെ മരുമകന്റെ റിയൽ എസ്റ്റേറ്റ് കച്ചവടത്തിന് മാറി നിന്നു കൊടുക്കുന്നു മുഖ്യമന്ത്രി. അറിയോ നിങ്ങൾക്ക്? ഇതിലും വലിയ കൊടും വഞ്ചന മറ്റെന്ത് വഞ്ചനയാണ് ഇനി നമുക്ക് പറയാനുള്ളത്?